അപ്പൊ ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത് മലമ്പുഴ ഡാമിൽ. പാലക്കാട് വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു അടിപൊളി സ്പോട്ടാണ് മലമ്പുഴ ഡാം. ഈ കോരി ചെരിയുന്ന വയത്ത് നമുക്കൊന്ന് മലമ്പുഴ ഡാം ചുറ്റിക്കാണാം. ആദിസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ചിൽസി സുമേഷ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മെയ് മാസത്തിൽ ഒരു ഞായറാഴ്ചയായിരുന്നു. കാലവർഷം നേരത്തെ എത്തിയാൽ അത് നല്ല കോരി ചെരിയുന്ന വഴിയുണ്ടായിരുന്നു. രാവിലെ ഒരു 6 മണിയോട് കൂടി നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 മണിക്കൂറിന്റെ അടുത്ത് യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഇടയിലൊരു ബ്രേക്ക് ഒക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു യാത്ര പോയിട്ട്. സത്യം പറഞ്ഞാൽ അതൊരു ഗേൾസ് ഓൺലി ട്രിപ്പ് ആട്ടോ. ഗേൾസ് ഓൺലി അല്ല, ലേഡീസ് ഓൺലി ട്രിപ്പ് ആട്ടോ. അതായത് നമ്മൾ വീടിന്റെ അടുത്തുള്ള ചേച്ചിമാരും മക്കളും കുട്ടികളും മാത്രമേ ഈ യാത്രയിലുണ്ടായിരുന്നുള്ളൂ. ബസ് അങ്ങ് നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ഓണായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തുന്നവർ ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ആക്കമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ കോടയും കുറച്ച് പേര് കോട്ടൊക്കെ വാങ്ങി ഇട്ടിട്ടുണ്ട്. ഡാമിനുള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് അതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വിശാലമായ വലിയൊരു പൂന്തോട്ടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൺഡേ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വെക്കേഷൻ ആയതുകൊണ്ടും പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടും അവിടെ ഭയങ്കര ജനത്തിരക്കുണ്ടായിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂട്ടം തെറ്റിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചുപേര് ബാക്കിലും കുറച്ചുപേര് മുന്നിലൊക്കെ ആയിട്ട് അങ്ങനെ ഷഫിൾ ചെയ്തിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 6 മാസം മാത്രമുള്ള കുഞ്ഞുവാവേനെയും കൊണ്ട് എതിരെ ടൂർ പോകുന്നത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. സംഭവം സിമ്പിൾ ആടാ, പോസ്റ്റ് വാട്ടർ ഡിപ്രഷൻ. അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് എനിക്കറിയില്ല. കുട്ടികൾക്ക് കളിക്കാനായിട്ട് അവിടെ ഒരു പ്രത്യേകം പ്ലേ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നടന്ന് കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ. വീട്ടിൽ നിന്ന് അമ്മയും കുഞ്ഞാമ്മയും ഞാനും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കസിൻസും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ യാത്ര കൊണ്ട് ഇന്ന് കഴിയുന്ന ചോദിച്ചാൽ എനിക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ നാട്ടിൽ അങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴാണ് ഞാൻ ജോബ് റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കാൻ തുടങ്ങിയത്. എല്ലാവരെയും ഞാൻ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഡാം കിടക്കുന്നത് അങ്ങ് ദൂരെയാണ്. പക്ഷെ നമുക്ക് നടന്ന് കാണാൻ കുറെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ടൈം അങ്ങനെ പോകുന്നത് അറിയില്ല. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറെ സ്പേസ് അവിടെ കാണാൻ പറ്റും കേട്ടോ. ഡാമിനുള്ളിൽ പ്രത്യേകം ബോട്ടിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല മഴയായത് കാരണം നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ചെന്ന വട ചെറിയ മഴയുള്ളെങ്കിൽ കൂടി പിന്നീട് നല്ല മഴയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് കുറെ ഫോട്ടോസും കാര്യങ്ങളും റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടതും കാണാത്തതായിട്ടുള്ള നിരവധി ഫ്ലവേഴ്സ് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ നഴ്സിംഗ് പഠിച്ചത് പെരിന്തൽമണ്ണ. അപ്പം തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് പാലക്കാട് മണ്ണാർക്കാട് നിന്നൊക്കെ ഉണ്ടായിരുന്നു. അവർ പലപ്പോഴും മലമ്പുഴ ഡാമിനെ കുറിച്ച് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവിടെ റോപ്പ് വേ ഉണ്ടായിരുന്നു കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഞങ്ങളതിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ അല്ല, അതിൻ്റെ പുറത്തു കൂടെ താഴെ ഇറങ്ങിയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞാവ് കറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുഞ്ഞാവിനെടുത്തു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കയറി നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ഉണ്ടെന്ന് തന്നെയാണ് റോപ്പ് വേ. അതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് പെർ ഹെഡ് 71 റുപ്പീസ് 71 രൂപയാണ്. അങ്ങനെ എൻ്റെ മക്കളെ എത്തി ഡാമിൻ്റെ വ്യൂ പോയിന്റിൽ എത്തിയതാ. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ മഴ ചാറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നടക്കും തോറും മഴ നല്ല കട്ടിയിൽ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. കാരണം ഫോണും നനയുന്നുണ്ട്, നമ്മളും നനയുന്നുണ്ട്, കുഞ്ഞാവും നനയുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കണ്ട. അപ്പം ഞങ്ങൾ വേഗം ഇറങ്ങി പോകുന്നു അവിടുന്ന്. കിട്ടിയ ചുരുങ്ങിയ സമയം കൂടി ഞാൻ അവിടുത്തെ കുറേ വീഡിയോസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ഫ്രണ്ട്സിൽ കിട്ടിയത്. അതിലൊരാളാണിത്. അതിനകത്തൊരു തൂക്കുപാലുണ്ട്. എനിക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ പോകാമായിരുന്നു. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു വലിയൊരു യക്ഷി സ്റ്റാച്യു ഉണ്ട് കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനൊരു പുറത്തുനിന്നൊരു ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു യക്ഷി സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടേക്കൊന്നും പോകാൻ നേരെ കിട്ടാത്തപ്പോൾ ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന്. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടം തെറ്റിയെന്ന് പറഞ്ഞല്ലോ. പലരും പല വഴിക്കായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫോണിൽ വിളിച്ച് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു തൊടിയിലെത്തി. നമ്മളിനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത് പാലക്കാട് കോട്ടയിലേക്കാണ്. അപ്പം അടുത്ത വീഡിയോയിൽ പാലക്കാട് കോട്ടയിലെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.